നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി BRM ലൈറ്റ്സ്. മണപ്പുറം ഗോൾഡ് ലോൺ. ഇനി എന്തിന് ടെൻഷൻ? ഇവിടെയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആളുകൾ ബെൽറ്റ് ഇട്ടിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹിതൻ ബെൽറ്റാണ് കാണുന്നത്. പാൻ്റ് ഇട്ട് നിലത്ത് മുട്ടൂല. അയാളൊരു എഞ്ചിനീയർ ആയിരുന്നു, പഴയ ജീപ്പിൽ വരുന്ന എഞ്ചിനീയർ. അയാൾ എന്നോട് ചോദിക്കും, നീ വര രണ്ടാമത്തെ പോലാ ഇങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ ഇറങ്ങാം. തെക്കയിലുള്ള ശങ്കരേട്ടൻ പോയി അയാളെത്തി പറഞ്ഞു കൊടുത്തു, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ശരിയില്ലാന്ന്. എന്റെ ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ടോന്ന്. എല്ലാരും ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ടാക്കി ഈ അടുപ്പും കല്ല് പോലത്തെ പള പെണ്ണാൻ പോയി ഇനി ആദ്യം ചോദിക്കണം. അതാ ആദ്യം ചെയ്യേണ്ട പണി. എന്താണ് സാറിനെ തിരിച്ച് നാടകവേദികളിലേക്ക്, നാടക ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? സാറിൻ്റെ റിയൽ പാഷൻ നാടകമാണ് അല്ലെങ്കിൽ തിയേറ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ? അതോടൊപ്പം സാറിനെ പോലെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള പ്രഗത്ഭരായ നടന്മാർ അല്ലെങ്കിൽ സംവിധായകർ, അവർ സിനിമയുടെ ലൈം ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് നാടക ലോകത്തേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നതായി തോന്നുന്നുണ്ടോ? മുരളിച്ചേട്ടാ, ഒരു നാടക അഭിനേതാവാണ്, നാടകം സംവിധാനം ചെയ്ത ആളാണ്. അതിലുപരി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പ്രേക്ഷകരുമായി നാടകത്തിലൂടെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് വന്ന കാര്യത്തിൽ നിന്ന് രണ്ട് തരം നാടകങ്ങളെപ്പറ്റി സംസാരിച്ചു. ഒന്ന് കുളൂരിയൻ സ്റ്റൈൽ ഓഫ് പ്ലേസ്, രണ്ട് സാധാരണഗതിയിലുള്ള നാടകങ്ങൾ. ലോകത്തെ മുഴുവൻ നോക്കിക്കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടകകൃത്ത് എന്നുള്ള രീതിയിൽ സഞ്ചരിച്ചിട്ടുള്ള അങ്ങയ്ക്ക് എന്താണ് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പം കുളൂര് പറഞ്ഞ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നാടകങ്ങൾ വരേണ്ടത്. ഇപ്പം ഐ എം എ പ്രൊഫഷണൽ തിയേറ്റർ ആക്ടർ. നാടകത്തിൽ മാത്രം അഭിനയിക്കുന്ന നാടകം പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള ഒരു ആക്ടറാണ് ഞാൻ. അപ്പം എൻ്റെ ചരിത്രമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാനും കുളൂരും എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്തത്, എന്തൊക്കെയാണ് ഞങ്ങളുടെ ഇൻറ്ററാക്ഷൻ കൊണ്ടുണ്ടായത്.
ഇപ്പം എനിക്കൊരിക്കലും കുളൂരിൻ്റെ 10 മിനിറ്റിൻ്റെയോ 20 മിനിറ്റിൻ്റെയോ നാടകം എടുത്ത് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ പ്രൊഫഷണലായിട്ട് നാടകം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നാടകം നമുക്ക് കാശ് വെച്ച് ടിക്കറ്റ് മേടിച്ച് അങ്ങനെ നടത്താൻ പറ്റില്ല. സോ ഇറ്റ് ഹാസ് ടു ബി 1.5 hours അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു നാടകങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ എൻ്റെ അന്വേഷണം അതിനൊക്കെ തൊട്ട് മുമ്പ് ഞാൻ കുളൂരും ഞാനുമായിട്ടുള്ള ഒരു ചരിത്രം ഒന്ന് പറഞ്ഞോട്ടെ. കുഴപ്പമില്ലല്ലോ? കുളൂരിൻ്റെ നാടകം ഞാൻ ആദ്യം കാണുന്നത് ജയരാജൻ പറഞ്ഞു 25 വർഷമാണ് പറഞ്ഞത്. അതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 70കളുടെ തുടക്കത്തിലാണ് ഞാൻ കുളൂരിൻ്റെ നാടകം കാണുന്നത്. ഇപ്പോൾ കുളൂർ നേരത്തെ പറഞ്ഞ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അപ്പം അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് CL ജോസിൻ്റെ നാടകം, അങ്ങനെ അവിടെ വരുന്ന കോഴിക്കോട് വരുന്ന KPSCയുടെ നാടകങ്ങൾ, അങ്ങനെ പ്രൊഫഷണൽ നാടകങ്ങളാണ് കാണാറുള്ളത്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ വെച്ച് ഞാനന്ന് കൊച്ചുകുട്ടിയായിരുന്നു, സാമൂതിരി കോളേജ് ഹൈസ്കൂളിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു നാടകം ഞാൻ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഒരു നാടകം ഞാൻ കാണുകയാണ്. അത് കുളൂരാണെന്നൊക്കെ ഞാൻ അതിന് പിന്നീടാണ് അറിയുന്നത്. ആ നാടകത്തിൻ്റെ പേര് വർത്തമാനം എന്നായിരുന്നു. ആണല്ലോ അല്ലേ? അതിനകത്ത് കുളൂർ അഭിനയിച്ചിട്ടുണ്ട്. മഞ്ചേരി സുന്ദർരാജ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് നമ്മൾ ജീവിതം കാണുന്ന പോലെ തന്നെയായിരുന്നു. അത് കുറേ 4 ചെറുപ്പക്കാർ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവർ വർത്തമാനം പറയുന്നു. അതായിരുന്നു ആ നാടകം. അവിടെ വെച്ചിട്ടാണ് ഞാൻ കുളൂരിനെ അറിയാൻ തുടങ്ങിയത്. കുളൂർ ഞാനും പരിചയപ്പെട്ടില്ലെങ്കിലും പിന്നീടുള്ള കോഴിക്കോടുള്ള നാടക സപര്യകളിലൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നതും. ഓക്കെ, കുളൂരിൻ്റെ ആദ്യകാലങ്ങളിൽ കുളൂർ ചെയ്തൊരു നിശബ്ദ നാടകമുണ്ടായിരുന്നു. ഒരാൾക്കൊരു ചെപ്പ് കിട്ടുന്നതും അതിൽ നിന്ന് കാശുകാരനാവുന്നതൊക്കെ. ഇതെന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു നാടകമായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നില്ല. ചിരിപ്പെട്ടി എന്ന് പറഞ്ഞ നാടകമായിരുന്നു, ലാഫിംഗ് പോട്ട് എന്നുള്ളത്. അപ്പോൾ ഈ നാടകം അന്ന് കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് മൈം നാടകങ്ങളായിരുന്നു. അപ്പോൾ ഈ മൈം നാടകം എടുത്തിട്ടാണ് അന്ന് കുളൂർ ചെയ്തത്. അത് ഇന്നത്തെ നടൻ സുധീഷിൻ്റെ അച്ഛൻ സുധാകരൻ, സുധാകരൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള, വാക്കുകൾ കൊണ്ട് എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആക്ടിങ്. അതാണ് ഞാൻ കണ്ടത്. അവിടെ നിന്ന് ഞാനൊരു സാധനം എടുത്തിരുന്നു കുളൂരിൻ്റെ ആ നാടകത്തിൽ നിന്ന്. ഞാൻ ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിലും പറഞ്ഞ മാതിരി, ഗോവിന്ദൻകുട്ടൻ പറഞ്ഞ മാതിരി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും 18 രാജ്യങ്ങളിൽ നാടകവുമായി നടന്നപ്പോൾ ഈ നാടകം ഞാൻ എൻ്റേതാക്കി. അതിൽ എൻ്റെ കുറച്ചും പിന്നെ ശങ്കർപിള്ള സാറിൻ്റെ കുറച്ചും. അപ്പോൾ ആ ചിരിപ്പെട്ടി എന്ന് പറഞ്ഞ നാടകം 20 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അതിൽ നിന്നും ഞാൻ ഡെവലപ്പ് ചെയ്ത നാടകം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത ഒറാങ്കുട്ടാൻ എന്ന് പറയുന്ന നാടകം, ഇത് ഞാനും കുളൂരും തമ്മിൽ ദിവസങ്ങളോളം കുളൂരിൻ്റെ വീട്ടിൽ പോയിട്ട് വഴക്കുണ്ടാക്കുക. കുളൂർ നാടൻ പറയും, ഞാൻ വഴക്കുണ്ടാക്കും. ഞാനൊരു സാധനം പറയും, കുളൂർ വഴക്കണം. അങ്ങനെ വഴക്കിട്ട് ആ വഴക്കുകളുടെ അവസാനം കുളൂരൊരു ഒരു ഗ്രേറ്റ് ഐഡിയ എനിക്ക് പറഞ്ഞു തന്നു. ആ നാടകത്തിൻ്റെ പേര് ഇത് ഒരു കുരങ്ങൻ്റെ കഥയല്ല എന്നുള്ളതായിരുന്നു. ഇത് ഒരു കുരങ്ങൻ്റെ കഥയല്ല എന്ന് പറയുന്ന 15 മിനിറ്റ് വരുന്ന ആ സംഭവത്തിൽ നിന്നാണ് 2 മണിക്കൂർ വരുന്ന ഒറാങ്കുട്ടാൻ എന്ന നാടകം ഞാൻ ഇംപ്രവൈസ് ചെയ്തെടുത്തത്. അപ്പം ഞാൻ ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന തലമുറകളോടും ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാടകം ഇഷ്ടപ്പെടുന്ന, അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരോടും പറയുന്നത്, കുളൂർ ഈസ് എ ബാങ്ക്. അദ്ദേഹം എത്ര വേണമെങ്കിലും തരാൻ, കാശ് എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറായി നിൽക്കുന്നൊരു ബാങ്കാണത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇപ്പോൾ നേരത്തെ കണ്ട ദി നേഷൻ്റെ കഥ പോലത്തെ നമുക്ക് വെറുതെ ചെയ്യാവുന്ന ഒരു എക്സസൈസ് പോലെ നാടകങ്ങൾ ചെയ്യാം. കുളൂരിൻ്റെ അടുത്ത് നിന്ന് നാടക പഠനത്തിൻ്റെ ലെവലിൽ കാണുകയാണെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഇഫ് ഐ എം എ പ്രൊഫഷണൽ, ഐ എം ഷുവർ ഇപ്പോൾ ഏത് ആക്ടേഴ്സിന് വേണമെങ്കിലും കുളൂരിൻ്റെ അടുത്ത് പോയി ഞാനും കുളൂർ ഉണ്ടാക്കിയ പോലെ ഒരു വലിയ നാടകം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അതായത് വെറും ചെറുതല്ല, ഞാൻ കുഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞാലും കുഞ്ഞു മാത്രമല്ല കുളൂർ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കേരളത്തിൽ ഏകദേശം ഒരു വർഷം 6000 തിയേറ്റർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവും. അതിൻ്റെ അകത്ത്
സിംഹഭാവവും ബഹുഭൂരിപക്ഷവും അറ്റ്ലീസ്റ്റ് 90% 30 മിനിറ്റോ 40 മിനിറ്റോ ദൈർഘ്യമുള്ള കോളേജ് സ്കൂൾ നാടകങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അവിടെയൊക്കെ കുളൂരിൻ്റെ നാടകങ്ങൾ ഇഷ്ടംപോലെ വരുന്നത്. ഈ വലുതാണ് സീരിയസ്, ചെറുത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ കലാകാരന്മാരുടെ അല്ല, സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് മാറേണ്ടിയിരിക്കുന്നു. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള കഫേ പോലുള്ള ചിത്രങ്ങൾ ഉണ്ടാവുന്നു. സിനിമകളുടെ ദൈർഘ്യം 3 മണിക്കൂറെന്ന് ചുരുങ്ങി 2 മണിക്കൂർ, ഇപ്പം 1 സംതിങ്ങിലൊക്കെ വന്ന് നിൽക്കുന്നു. ശരിക്കും മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരികയാണ്. ഒരു കാര്യം പറയണമെങ്കിൽ 30 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ നാടകത്തിന് ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ചവിട്ടി പരത്തി നീട്ടി 2 മണിക്കൂർ ആക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അമ്മേനെ എല്ലാവരും എനിക്ക് പേടിയായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞില്ല കാണാൻ വരാം നാടകം, എന്ത് പറ്റും സ്റ്റേജിൽ കയറി. അതും VKP എൻ്റെ ഹസ്ബൻഡായിട്ടായിരുന്നു. അതെൻ്റെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്കിൾ അല്ല, ഹസ്ബൻഡായിട്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്കിളിനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വാര്യർ സാറ് മാഷിന്റെ ശിഷ്യനുമാണ്. സാർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിക്കും മാഷിന്റെ ശൈലി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് അതിൻ്റെതായ വ്യത്യസ്തത ഞങ്ങൾ കാണുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ മാഷിന്റെ ശൈലി പിന്തുടരാത്തത്? അതെ, പായലും പൂപ്പിലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. യെസ് മാഡം. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. അതാണ് BRM ലൈറ്റ്സ്. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പക്ഷെ പ്യൂരിറ്റി. അതിനല്ലേ പ്യൂരിറ്റി അനലൈസർ. സ്വർണത്തിന്റെ യഥാർത്ഥ പ്യൂരിറ്റി കണ്ടറിയാം. സ്വർണം വാങ്ങുമ്പോ പാരമ്പര്യമല്ലേ പ്രധാനം? മണ്ടത്തരം. ഈ മാലയുടെ പ്യൂരിറ്റി അളന്നാൽ അറിയാം യഥാർത്ഥ പാരമ്പര്യം. ഋതി ജ്വല്ലറി, നമുക്ക് യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കാം. ജീവിതത്തിലെ ആദ്യ നാടക അനുഭവമായിരിക്കും കുളൂരിന്റെ നാടകം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ കളിച്ചത് അല്ലേ? എങ്ങനെയായിരുന്നു? എനിക്ക് കുളു സാറിൻ്റെ നാടകത്തിനെ പറ്റി പറയാനൊന്നും ഞാൻ ആയിട്ടില്ല. 5 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു നാടകത്തിന് മുന്നേ. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും കുളു സാറ്. VKP എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചീത്ത പറയും, അടിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് അതിന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുളു സാർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ കുളു സാർ ഇല്ല ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ ഗെയിംസൊക്കെ കളിപ്പിച്ച്, ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ അങ്ങനെയായിരുന്നു കൂടുതലായിട്ടും. ആ ഒരു 5 days ശരിക്കും ഒരു പാഷൻ തോന്നും സിനിമേൻ്റെ അടുത്തും. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു സിനിമ ഏറ്റവും പാടുന്നു. ഇപ്പോൾ മനസ്സിലായി അല്ല, സിനിമയൊന്നുമല്ല തിയേറ്ററാണ്. കാരണം തിയേറ്ററിൽ ഒരിക്കലും റീടേക്ക് ഇല്ല. അവിടെ വന്ന് സ്റ്റേജിൽ നിൽക്കുമ്പം ഈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ എല്ലാ ദൈവത്തിനെയും വിളിച്ചുകൊണ്ട് എൻ്റെ അച്ഛനെ അമ്മേനെ എല്ലാവരും എനിക്ക് പേടിയായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞില്ല കാണാൻ വരാം നാടകം. ഞാൻ പറഞ്ഞു വരേ വേണ്ട എനിക്ക് പേടിയാണ്, എന്ത് പറ്റും സ്റ്റേജിൽ കയറി. അതും VKP എൻ്റെ ഹസ്ബൻഡായിട്ടായിരുന്നു. അതെൻ്റെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്കിൾ അല്ല, ഹസ്ബൻഡായിട്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്കിളിനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ടൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ സ്നേഹപൂർവ്വം അങ്കിൾ എന്ന് വിളിക്കും ഹസ്ബൻഡ്. അതെന്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ടാണ്. അല്ല, കഴിഞ്ഞ തവണ ഞാൻ VKP കണ്ടപ്പോൾ കാണുന്നതിനേക്കാൾ ഇത്തവണ കണ്ടപ്പോൾ ഒരു 14 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ്രപ്പ് അഭിനയിച്ചതിന് ശേഷമാണ് തോന്നുന്നത്.
അങ്ങനെ ആവാനാണ് സാധ്യത. വീണ്ടും വീണ്ടും നല്ല നല്ല പെൺകുട്ടികളുടെ നാടകങ്ങൾ അഭിനയിച്ച് വീണ്ടും വീണ്ടും ചെറുപ്പമാവാൻ ശ്രമിക്കും. ഒരു 2 തവണയിൽ കൂടുതൽ അഭിനയിക്കരുത്. ഒരു 7 വയസ്സ് 6 വയസ്സായ പോയാൽ സൂപ്പർ. ഗോവിന്ദൻകുട്ടി തൂത്തുവാരി. അപ്പം അങ്ങനെയായിരുന്നു. അങ്ങനെ പക്ഷെ കുല്ലൂർ സാർ ബാക്കിലൊന്നും ഇല്ല, ചെയ്യാൻ പറ്റും നന്നായി വരും എന്ന് പറഞ്ഞ് അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. അത് ഒരു കാര്യമുള്ള വെച്ചാൽ ഏതൊരാൾക്കും ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആവാം കുല്ലൂർ സാറിനെ പോലെ ഒരു മാഷിനെ കിട്ടിയാൽ. ഇവിടെ ഒരു ചെറിയൊരു കാര്യം, എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞത്? മലയാളം അല്ല, ജയസൂര്യ പറയുന്ന ഒരു ചെറിയൊരു തമാശ ഉണ്ട്. അതായത് ടെലിവിഷനിൽ ആദ്യത്തെ ഒരു നടിയുടെ ഇന്റർവ്യൂ വരുമ്പോൾ താഴെ സബ് ടൈറ്റിൽ പോകുന്ന ആദ്യത്തെ നടിയാണെന്ന്. ഓക്കെ, ആരാണ് ഇനി ചോദിക്കുക? ഒരു പെൺകുട്ടി ചോദിക്കുമോ? എൻ്റെ ഒരു ആഗ്രഹമാണ്. നാണായി. നമുക്കെല്ലാം അറിയാം, കുളൂർ മാഷിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, 400-ലേറെ ശിഷ്യന്മാരുണ്ട്. പലരും പല വിഭാഗത്തിലേക്ക് തിരിഞ്ഞു. കുറേ പേർ വെളിച്ചെണ്ണ, പിണ്ണാക്ക് തുടങ്ങിയ നാടകങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. മറ്റു ചിലർ ഇക്കാലത്തെ പെൺകുട്ടികളുടെ മുമ്പിൽ ഹീറോ ആണെങ്കിൽ ആങ്കറിങ് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നു. ഇല്ല, ഞാൻ കുളൂർ മാഷിന്റെ പിന്നാലെ 3 വർഷം നടന്നു നാടകം പഠിക്കാൻ. ശിഷ്യത്വം കിട്ടിയില്ല, അടുപ്പിച്ചില്ല. ഇതുപോലത്തെ കുറെ ശിഷ്യന്മാരുണ്ട്. എന്നാൽ വാര്യർ സാറ് മാഷിന്റെ ശിഷ്യനുമാണ്. സാർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിക്കും മാഷിന്റെ ശൈലി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് അതിൻ്റെതായ വ്യത്യസ്തത ഞങ്ങൾ കാണുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ മാഷിന്റെ ശൈലി പിന്തുടരാത്തത്? ഇപ്പം എത്തിയിരിക്കുന്ന ഈ ഒരു നിലയിൽ എത്തില്ല എന്ന് കരുതിയിട്ടാണോ, അതോ താങ്കൾക്ക് താങ്കളുടേതായ രീതിയിൽ പ്രശസ്തനാവണം എന്ന് കരുതിയിട്ടാണോ? അല്ല, മാഷ് തന്നെ പറഞ്ഞല്ലോ, ഒരാൾക്കും ഒരാളുടെ ശൈലിയുമില്ല, ശൈലികൾ മാറി മാറി വരും. പക്ഷേ താങ്കൾ അറിയപ്പെടുന്നത് സാറിന്റെ ശിഷ്യനായിട്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പം എനിക്ക് എൻ്റെതായ ഒരു ശൈലി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇദ്ദേഹം മറ്റൊരാളുടെ ഒരു ചിത്രം പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഛായ വരണം എന്ന് പറഞ്ഞാൽ ശരിയാവൂ? ഞാൻ കുളൂർ സാറിനെ കാണുന്നത് മാനസ ഗുരുവായിട്ടാണ്. നമുക്ക് മനസ്സിനകത്തൊരു ചിത്രമില്ലേ ഒരു ഗുരുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്? ദൈവമുണ്ട് അല്ലേ? ചിത്രങ്ങൾ നമ്മൾ പൂജിക്കുന്നുണ്ട്. ദൈവം ഇല്ലാത്ത, രൂപമില്ലാത്ത ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ കുളൂർ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രചോദനമാണ്, ഊർജ്ജമാണ്, എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു എനർജി പലതരത്തിലേക്ക് മാറില്ലേ? നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നവരല്ലേ? കുളൂർ സാർ ഒരു എനർജിയാണ്. ആ എനർജി ഞാൻ മറ്റൊരു തരത്തിലാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. താങ്കൾക്ക് താങ്കളുടേതായ രീതിയിൽ പ്രശസ്തനാവണം എന്നാണോ ആഗ്രഹിക്കുന്നത്? ഇനിയിപ്പോ പ്രശസ്തനാവാനൊന്നുമില്ല. അല്ല, അങ്ങനെ അല്ല മോളെ, എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി ഇനിയിപ്പോ എന്ത് പ്രശസ്തി? അതറിയില്ലേ, ലോകം മുഴുവൻ പരിപാടി അവതരിപ്പിച്ചു, ഒടുവിൽ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാൻ വരെ ശ്രമിച്ച മനുഷ്യനാണ് ഇരിക്കുന്നത്. ആ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഓർത്ത് കുളൂർ സാറിനെ കുറിച്ചാണ്. ഇതൊരു നാടകമാക്കി അദ്ദേഹം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിലെ പ്രധാന കഥാപാത്രമായി മുരളി മേനോനും ഞാനും അഭിനയിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇത് പ്രശസ്തിയുടെ കാര്യമല്ല, നിങ്ങൾ ചോദിച്ചത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജയപ്രകാശ് കുളൂർ സാറിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ആ ശൈലിയെ നമ്മൾ ഉപയോഗിക്കുക എന്നല്ലാതെ ആ ഒരു രീതി നമുക്ക് നമ്മുടേതായ രീതി, നിങ്ങൾക്കും വേണം അത് ഐഡൻറ്റിറ്റി. എവിടെയും ഒരു ഇൻഡിവിജ്വൽ പീസായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിലനിൽക്കാൻ. ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് കുള്ളൂർ മാഷ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഡേറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ജയരാജ് വാര്യരുടെയും ചേട്ടൻ്റെയും ഡേറ്റ് കൺഫേം ചെയ്തിട്ട് വേണം. 2 പേർ കൂടെ വരാൻ പറ്റുന്ന, എന്താണ് അതിൻ്റെ പിന്നിലത്തെ അടിസ്ഥാന കാരണം എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ നാടക മേഖലയിൽ കാണുന്ന കൃത്യമായ 2 വ്യക്തിത്വങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്താ മാഷേ അതിൻ്റെ അടിസ്ഥാനം അന്ന് അങ്ങനെ പറയാൻ കാരണം? അങ്ങോട്ട് വരണോ? ഇങ്ങോട്ട് വരാം. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഫ്ലാറ്റിൽ ജീവിക്കുകയാണോ അതോ വീട്ടിൽ ജീവിക്കുകയാണോ? ഹോസ്റ്റലിൽ. ഇപ്പോൾ കുഞ്ഞുനാടുകളിൽ വീടുകളിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, മണ്ണിൽ കളിച്ചിട്ടുണ്ടല്ലോ, മണ്ണപ്പുണ്ടാക്കി കളിച്ചിട്ടുണ്ടല്ലോ. മണ്ണപ്പുണ്ടാക്കി കളിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് സ്വന്തം സഹോദരൻ ഭർത്താവായിരുന്നില്ലേ?
അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലൊരു പയ്യൻ, കസിൻ, നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരാൾ. അതേപോലെ ആൺകുട്ടികൾക്ക് സ്വന്തം സഹോദരി ഭാര്യയായിരുന്നില്ലേ അച്ഛനും അമ്മയും കളിക്കുമ്പോൾ? ആ പ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്, 5-ാം വയസ്സിൽ അല്ലെങ്കിൽ 6-ാം വയസ്സിൽ. എപ്പോഴാണ് നിങ്ങളെ കളി തുടങ്ങുന്നത്? സ്കൂൾ വിട്ട് വന്നിട്ട് ഇറയത്തിരുന്നുകൊണ്ട് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണ്ണിന് കൊണ്ട് അപ്പം ഉണ്ടാക്കും, വാഴയില ഉണ്ടാവില്ല, ഉപ്പൂറ്റിയുടെ ഇല എടുക്കും. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും പറയാം. ചിലപ്പോൾ തേക്കിൻ്റെ ഇലയായിരിക്കും. വാഴയില ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉപ്പേരി ഉണ്ടാക്കാൻ ചെമ്പരത്തി ഇല മുറിച്ച് വയ്ക്കും. അച്ചാറുണ്ടാക്കാൻ അതേ ചെമ്പരത്തി പൂ എടുക്കും. പൂർണ്ണമായിട്ടും കളിച്ചുകൊണ്ടിരിക്കും. അച്ഛനും അമ്മയും ആ കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്കൊന്നും ആ കളിയിൽ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കളി രാത്രി ഇരുട്ടാൻ നേരത്തെ അവർ വിളിക്കുകയും ചെയ്യും, വാ നേരായി എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് 10-15 വയസ്സുള്ള നിങ്ങളുടെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തെയോ ഇത്തിരി സെൻസ് ഓഫ് ഹ്യൂമറോ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരും. എന്താടാ ഉണ്ടാക്കണേ? ഞങ്ങൾ അപ്പം ഒക്കെ മണ്ണപ്പാട്ട് ഉണ്ടാക്കി കളിക്കുകയാണ്. ഏട്ടാ കഴിക്കുന്നോ? ഇത്തിരി കഴിക്കുന്നോ? അവൻ ചിലപ്പം കൂടും, എസ്തെറ്റിക് സെൻസ് ഉള്ള ആളാണെങ്കിൽ. അങ്ങനെ കൂടി കഴിഞ്ഞതിന് ശേഷം ഇത്തിരി മണ്ണെടുത്തിട്ട് മണ്ണപ്പം എടുത്തിട്ട് വായലി കിട്ടുന്ന മാതിരി ഒരു ചേഷ്ട ചെയ്യും. വായലി കിട്ടുമെന്ന് വിചാരിക്കട്ടെ. എന്തായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞിരുന്നത്? ഒന്നും പറഞ്ഞില്ലേ? അഥവാ 15 വയസ്സുള്ള ജ്യേഷ്ഠൻ മണ്ണിൻ്റെ അപ്പം എന്ന് പറയുന്ന സാധനം ശരിക്കും വായിലിട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? അയ്യേ എന്ന് നിങ്ങൾ പറയും. ആരും പഠിപ്പിച്ചു തന്നിട്ടല്ല. യു ആർ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഈസ് നോട്ട് കേക്ക് ബട്ട് ഇറ്റ്സ് എ മഡ്. ഫോർ ദ സേക്ക് ഓഫ് പ്ലേ ഇറ്റ് ഈസ് കേക്ക്. കളിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അത് അപ്പമാക്കിയെടുത്തതാണ്. ഇതിലുപരി ഒരു നാടകം ഇല്ല. നിങ്ങൾ അതുവരെ അത് കേക്കാണെന്ന് വിശ്വസിക്കുന്നു, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നു. മറച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഈ നാടകം അറിയുന്ന നിങ്ങൾ, ഒരു തെറ്റുമില്ലാത്ത നാടകം അറിയുന്ന നിങ്ങൾ വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടീച്ചർമാർ സ്കൂളിലെത്തുമ്പോൾ നാടകം പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് കുറേ ഇൻസ്ട്രക്ഷൻസ് തരുന്നു, പലതരം പ്രചോദനങ്ങൾ തരുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നാടകം തിരിഞ്ഞു നിന്നാൽ നിങ്ങൾ ഇത് കാണും, അത് തെറ്റാണ്, മൈക്കിൻ്റെ അടുത്ത് വന്ന് പറയണം. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ വലിയേട്ടന്മാർ ഹനിക്കുന്നു. എന്നിട്ട് അവരുടെ നാടകബോധം പറ്റിച്ചു വയ്ക്കുന്നു. ഒടുവിൽ ലോകത്തെ പലതരം സങ്കേതങ്ങളുണ്ടെന്നും അത് പീറ്റർ ബ്രൂക്ക് വരെ, റോട്ടോസ്കി, ഇങ്ങനെ കുറച്ചൊക്കെ പേര് പറഞ്ഞില്ല, നാടകക്കാരനല്ല നിങ്ങൾ വിശ്വസിക്കില്ല. ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ നാടകങ്ങളുടെ രീതികൾ ഓരോരുത്തരും അതാണ് ശരിയെന്ന് പറയുന്നു. എന്നിട്ടും നിങ്ങൾ ഈ ഉള്ളവൻ്റെ അടുത്ത് നാടകം പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും, മറ്റുള്ളവരുടെ മാലിന്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഈ TV ഷോയിലൊക്കെ പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ പോലും പേടിക്കുന്ന ഒരു ചെറിയ സദസ്സാണെങ്കിൽ, ഇതൊന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് മാലിന്യം, അമേദ്യം. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി അവൻ പറഞ്ഞു. അതിൻ്റെ പച്ച മലയാളം എല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മൾ പറയാൻ മടിക്കുന്ന ഒന്നാണ്. അതവിടെ ഇരിക്കട്ടെ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, വിശകലനം ചെയ്യേണ്ട വേദിയല്ല ഇത്. പിന്നെ ഈ മാലിന്യം, ഈ അമേദ്യം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പരസഹായത്തോടു കൂടി അല്ലാണ്ട് കഴുകിക്കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ വളരെ വൃദ്ധനായിരിക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഇതിനിടയിൽ എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്? അസുഖം വരുമ്പോൾ. ഈ അസുഖം വരുന്ന വരയിൽ ഈ നാടകത്തിൻ്റെ മാലിന്യങ്ങൾ പറ്റിപ്പിടിച്ചത് എൻ്റെ അടുത്ത് വരുമ്പോൾ അവരിൽ അസുഖമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാനൊരു തോട്ടിയാകാൻ തയ്യാറെടുക്കുന്നു. ഞാൻ കഴുകി കൊടുക്കും. താല്പര്യമുണ്ടെങ്കിൽ അവരുടെ മാലിന്യം കഴുകി കൊടുക്കും. ഞാനായിട്ട് ഒന്നും പറ്റിക്കുന്നില്ല. അവരിൽ ഒരു നാടകബോധവും ഞാൻ പറ്റിക്കുന്നില്ല. അതുകൊണ്ട് കഴുകി 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 തോട്ടി എന്നുള്ള പേര് സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ പഠിച്ചു എന്ന് സ്വയം കരുതുന്ന കുട്ടികൾ, അല്ല മാഷ് അങ്ങനെ തോട്ടി ഇതൊന്നും പറയരുത്, നമുക്ക് കുറച്ചിലാണ്, മാഷ് ഉയരങ്ങളിലുള്ള പൂക്കൾ പറിക്കാനുള്ള തോട്ടിയാണെന്ന് പറയും.
സൂചിപ്പിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, മതം പിടിച്ചാൽ ചെവിയിലിടുന്ന ഒരു സാധനമുണ്ട്, അതിനും തോട്ടി എന്നാ പറയാ. ഇതിലേത് തോട്ടിയാന്ന് നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോഴാണ് തോട്ടിയുടെ മകൻ നാടകമാക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയത്. അതാണെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് അഭിലാഷ് പിള്ള എന്ന് പറയുന്ന NSDയിലെ പ്രൊഫസറാണ്. അപ്പോൾ അയാൾ പറയാണ്, കുളു സാർ, നിങ്ങൾ ഈ 3 തോട്ടിയല്ല, തിരുവനന്തപുരംകാരനാണ്, ഇവരെ തോട്ടി. അപ്പോൾ ഒന്ന് പറയുമ്പോൾ നാടകം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചില രീതികളും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, അകലങ്ങളിലാണ് നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾക്ക് മറുപകുതി ഒരിക്കലും മനസ്സിലാവില്ല. കുഞ്ചൻ നമ്പ്യാരെ എത്ര പഠിച്ചാലും എനിക്ക് മനസ്സിലാവില്ല, ഷേക്സ്പിയറെ എത്ര പഠിച്ചാലും എനിക്ക് മനസ്സിലാവില്ല. അഥവാ മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനും ഒരു ഷേക്സ്പിയറായി. എന്തിനാ 2 ഷേക്സ്പിയർ? അതേപോലെ ഇവരാരും തന്നെ കുളൂരാവരുത്. എന്തിനാ 2 കുളൂര്? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ കണക്കിൻ്റെ അർത്ഥം മനസ്സിലാവുമല്ലോ അല്ലേ? ഒരു പാൻ വെച്ച് കഴിഞ്ഞപ്പോൾ വെളുക്കത്തിക്കണ സ്ഥലം ഓൻ്റെ പേരിലായി പോയി. അതിൻ്റെ ശേഷം കൊണ്ട് മറ്റും മോൻ മാറി. ഞാൻ അവിടെ വെളുക്ക് കത്തിച്ചാലോ? മോൻ പറയാം, നിന്റെ പറമ്പിൽ വെളുക്ക് കത്തിച്ചാലേ ആ വെളിച്ചം വേലി കടന്ന് എന്റെ പറമ്പിലെത്തുക ഏട്ടാ. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. How much do you love me? This much. Prima Gold, pure gold, diamonds and platinum. അങ്ങനെ എൻ്റെ സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു, എല്ലാം ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാണ്. ചുമ്മാ എല്ലാം BRM ലൈറ്റ്സിൽ നിന്ന്. കയ്യിലെ കാശ് പോവാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പു. മണപ്പുറം ഗോൾഡ് ലോൺ, ഇനി എന്തൊരു ടെൻഷൻ. Welcome to the world's most trusted student caring system. I wanna start it over. I wanna start again. I want a new beginning. We're designed to build relations between parents and teachers. Like a song that stirs in my head. We derive that. Short Code Media Solutions proudly presents this. Select your college or school and log into the educational institution's homepage. Use your user ID and password. Grab your child's details. You can get the details by SMS and IVRS. Thank you. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു നാടകം ഇപ്പോൾ ഇവിടെ കാണാം. വെളിച്ചെണ്ണ കളിക്കുന്ന ആളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ
ആദ്യം തന്നെ പരിചയപ്പെടുത്തേണ്ട ഒരാളായിരുന്നു കുമാരലു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. നിങ്ങളൊരു പക്ഷേ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു തലത്തിൽ നിന്നാണ് ഇദ്ദേഹം നാടകം കളിക്കാറുള്ളത്. നിങ്ങൾ മുറ്റ നാടകം എന്ന് കേട്ടിട്ടുണ്ടോ? വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് ആളിറങ്ങി വരുമ്പോൾ ഞാനൊരു നാടകം കളിക്കാൻ വന്നതാണ് എന്ന് പറയുന്ന ഒരു നാടക കലാകാരനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകം അതാണ്. എന്തായാലും നമുക്ക് കുമാറിൻ്റെ വെളിച്ചെണ്ണ കാണാം. തിരിയുണ്ടേ കത്തിക്കാനായി തിരിയുണ്ടേ 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 തിരിയാത്തതായി ഒന്നുണ്ടേ അത് തിരയും നേരം നട്ടം തിരിയും തിരിയും നേരം അകത്ത് തിരികത്തും. എത്രയാ കോഴികള്? നാട്ടിലുള്ള കോഴികൾ മുഴുവൻ ഇവിടെ നിന്നിരിക്കുക. ആരോട് പറയണ്? ഈ അടുക്കളയിൽ ഊതി ഊതി കരിയളിച്ച് എന്നെ പണ്ടറടക്കി. അന്നൊന്ന് കാണുന്നുണ്ട് വെച്ചാൽ നേരം വിളിച്ചാവും. മോന്തിയാരായി ഉമ്മർത്തൊരു കിണ്ടിയില്ല, വെള്ളമില്ല. ഉമ്മർത്തുനിന്ന് കാലേ കാണ്ട അകത്തേക്ക് കയറി പോണത് ചൂനേക്കടാണെന്ന് എനക്കറിയില്ല കല്യാണിയെ. നാട്ടിലുള്ള ചളി മുഴുവൻ എൻ്റെ കാലുമില്ല. എൻ്റെ കാലുമിലുള്ള ചളി മുഴുവൻ പെരേൻ്റെ അകത്തായിക്കോട്ടെ. കല്യാണിയെ മോന്തിയാരായി ഗംഗാരനും ഇല്ല, ബാലകൃഷ്ണനും ഇല്ല, ദേവരാജനും ഇല്ല, കുഞ്ഞുമോനും ഇല്ല. അവനാൻ്റെ പെരയിലല്ലേ? ആരോട് പറയണ്? എന്താടി ഇപ്പൊ കുഞ്ഞുമോന് പണി? ഓൻ എന്താ പണിന്ന് ചോദിക്കും പറയും സിനിമയിൽ കയറിയിരിക്കണെന്ന്. ഓൻ കയറി ഏതെങ്കിലും ഒരു സിനിമ ഇവിടെ ഇറങ്ങിയേക്കണ. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കണമല്ല, സിനിമയിൽ കയറി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. ഇങ്ങനെ കയറി ഇറങ്ങി കളിച്ചോട്ടെ എൻ്റെ കുട്ടി. ഇന്നാള് ഞാൻ ആ മൈതാനത്തിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ഓൻ അങ്ങാടിയിൽ നിന്ന് പ്രസംഗിക്കുക. പ്രിയമുള്ളവരെ, മനുഷ്യനോളം ഉന്നതനായ ജീവി ഈ ലോകത്തിൽ വേറില്ല എന്ന്. എന്താ പറഞ്ഞത്? മനുഷ്യനോളം ഉന്നതനായ ജീവി ഈ ലോകത്തിൽ വേറില്ല എന്ന്. ഞാൻ അന്നേരത്തെ കടിഞ്ഞേട്ടിന് പിടുന്നൊരു വെറ്റിൽ വാങ്ങി മുറുക്കാനൊക്കെ തൊള്ളയിലിട്ടിക്കുന്ന സമയം അന്നേരത്തേക്ക് അവനെ നായിൻ്റെ മോനെന്ന് വിളിക്കണം തോന്നിയതാ. ഞാൻ വിളിച്ചില്ല. അതിനകത്തുള്ള പുണ്യൊന്നും അവൻ ചെയ്തില്ല. അതിനകത്തുള്ള പാവപ്പെട്ട നായ്ക്കളും ചെയ്തില്ല. സംഗതി ശരിയാണ് കല്യാണിയെ, നായ്ക്കളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും ഒരു നായി വേറെ നായിനെ കൊന്ന ചരിത്രം കേട്ടുക്കണം. ഇന്നേ വരെ ഏതെങ്കിലും ഒരു നായി വേറെ നായിനെ കൊന്ന ചരിത്രം കേട്ടുക്കണമെന്ന്. ഒരേ വർഗത്തിൽപ്പെട്ട ജീവനെ കൊല്ലണതേ മനുഷ്യന്മാരാ. ഓ മൈക്കിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക. ഇറങ്ങി നിൽക്കടാ, ഇജ്ജ് പ്രസംഗിച്ചോ, വിവരമില്ലാതെ നാട്ടുകാരെ കേൾക്കും. ആരാ ആരാത് ആരാത്? അപ്പുട്ടാ എൻ്റെ അങ്ങോട്ടേ മൂഞ്ചേർത്ത് വാസുവിൻ്റെ വീട്ടിലേക്കോ? ഓ എൻ്റെ അനുജൻ വാസുവിൻ്റെ വീട്ടിലേക്കാ. ഓൻ്റെ രണ്ട് കയ്യിലും ഓരോ വായക്കൊലുണ്ടല്ലോ. ഓൻ എന്തെങ്കിലും കാര്യം സഹായിക്കാനുണ്ടാവും. സഹായിച്ചോട്ടെ, സഹായിക്കണല്ലോ. സംഗതി ശരി, എൻ്റെ അനുജൻ വാസു തന്നെയാ. ഓ കണ്ടമാനുണ്ടാക്കി പോയിട്ടാ. കല്യാണിയെ നമ്മളെ വാസു കണ്ടമാനുണ്ടാക്കിപ്പോയി. എന്നിട്ട് എന്തെങ്കിലും ഗുണൻ്റെ അടി? ഓനും ഇല്ല, ഓൻ്റെ ഒക്കെ തീരെയില്ല. ഇല്ലിക്കാട്ട നാരായണമേ പറ്റ തന്നെയാ അന്യോനി. അനുഭവിക്കണോ? അനുഭവിക്കണം. കണ്ടില്ലേ, ഇന്നും അവിടെ വെളുക്ക് എത്തിച്ചില്ല. ഇന്നും അവിടെ വെളുക്ക് എത്തിച്ചില്ല. അച്ഛനുള്ള കാലം മുതൽക്ക് വെളുക്കെത്തിക്കണ സ്ഥലമാണിത്. അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് കാലം വെളുക്കെത്തിച്ചില്ലേ? സ്വത്ത് ഒരു പാൻ വെച്ച് കഴിഞ്ഞപ്പോൾ വെളുക്കെത്തിക്കണ സ്ഥലം ഓൻ്റെ പേരിലായി പോയി. അതിൻ്റെ ശേഷം കൊണ്ടും മറ്റും മോൻ മാറി. ഇനി അവിടെ വെളുക്ക് കത്തിച്ചാലോ? ഓൻ പറയാം
നിന്റെ പറമ്പിൽ വെളുക്ക് കത്തിച്ചാലേ ആ വെളിച്ചം വേലി കടന്ന് എന്റെ പറമ്പിൽ എത്തുക ഏട്ടാ. കേസിനും കൂട്ടത്തിനൊന്നും പോണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് കാരണന്മാരെ വിളിച്ച് സംസാരിച്ചതാ. അന്ന് മധ്യസ്ഥന്മാരുണ്ടേനി, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടേനി, പിന്നെ വേലായുധ നായരുണ്ടേനി. ഓരെല്ലാവരും കൂടി വിളിച്ച് വരുത്തിയിട്ട് മധ്യസ്ഥം പറഞ്ഞ് ഉറപ്പിച്ച് നാളെ മുതൽ ഞാനവിടെ വിളക്കെത്തിച്ചോട്ടെ എന്ന്. കാരണന്മാരെ വയ്ക്കും പോയി, മധ്യസ്ഥന്മാരും വയ്ക്കും പോയി, ഞാൻ എൻ്റെ വയ്ക്കും പോകുന്നു. മൂന്ന് ചേർത്ത് ഞാൻ വിളക്കെത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെന്നാൽ പോകാൻ പറയാം തൊടിയിലേക്ക് കയറി പോരുതെന്ന്. തൊടിയിലേക്ക് കയറേണ്ട എങ്ങനെ വിളക്കെത്തിക്കുക? ഓൻ ദുബായി പോയി വന്നതിൻ്റെ ശേഷം അവൻ്റെ സ്വഭാവം മാറി. എൻ്റെ ഗംഗാരനും എൻ്റെ ബാലകൃഷ്ണനും എൻ്റെ ദേവരാജനും കുഞ്ഞുമോനും കോയിമുട്ടിയും പാലും കൊടുത്തില്ലെങ്കിലും അവൻ്റെ കുട്ടിയൊക്കെ കൊടുക്കാത്ത ദിവസമില്ല. ഒരു ദിവസം ഞാൻ ഒരു അലുവക്കണ്ടം വാങ്ങിയിട്ട് ആ വേലിക്കലെത്തിയിട്ട് അപ്പൂനെയും അമ്മൂനെയും വിളിച്ചപ്പോൾ അവിടുന്ന് പറയാ, വാസു ആ വാങ്ങേണ്ട മക്കളായാലും വെല്ലിച്ചൻ കൈവശം ചേർത്ത്. എനിക്കിത്രയേ പറയാനുള്ളൂ. അവിടെ വിളക്കട്ടിക്കാണ്ട് അതിൻ്റെ ശേഷം ഈ കുടുംബത്തിൽ എന്തൊക്കെയോ ദുരുമ്പരായിരങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? നമ്മളെ വാസുവിൻ്റെ മോക്ക് എന്താ പറ്റിയത്? 10ാം ക്ലാസ് പാസ്സായിട്ട് മെഡൽ വാങ്ങിയ കുട്ടിയത് 100ൻ്റെ മുകളിൽ മാർക്കില്ലഞ്ഞിട്ടല്ലേ ഇല്ലെങ്കിൽ അതും വാങ്ങും. ഇപ്പം പേടിയാ, പുറത്ത് പറയാൻ പറ്റാത്ത പേടി. ഈ പേടി എങ്ങനെയാണ് ഉണ്ടായത്? ഈ പേടി എങ്ങനെയാണ് വന്നത്? പുറത്തേക്ക് ഇറങ്ങൂല കുട്ടി. ഈ നുരുമ്പരായിരം ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അന്ന് പണിക്കരെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചത്. അന്ന് പണിക്കർ എന്താ പറഞ്ഞത്? എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സ്വരച്ചേർച്ചയിൽ അവിടെ വെളുക്ക് കത്തിച്ചാൽ ഈ കുടുംബത്തിലെ നുരുമ്പരായിരം മുഴുവൻ തീരുന്നു. ഒത്താ എടി വാസു ഒത്തോന്ന്, വാസു ഒരുത്ത മാറുന്ന എല്ലാവരും കൂടി ആകുമോ? പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി? പോലീസുകാർ വന്ന്, കമ്മീഷൻ വന്ന്, ആ കുട്ടിച്ചോറാക്കിയില്ലേ? ഇപ്പം അവനൊരു തോക്ക് വാങ്ങിക്കണമല്ല. എന്തേ തോക്കിൽ ഉണ്ടോന്നാ? എടി ഉണ്ടുണ്ടായാലില്ലെങ്കിൽ വെടി കൊണ്ടാ ചാകും. അങ്ങനത്തെ ഒരു പൂതിന്തൊക്കെ വെച്ചോട്ടെ വെടി. അങ്ങനെയും ചണ്ടിയും പൊടിയാ. ഇതടിച്ച് വേറെ ഇവിടെ ഒരൊറ്റ കുട്ടികളില്ലല്ലോ. അതെന്നെയാ പറഞ്ഞത്. ഇജി അണക്ക് കഴിയും പോലെയൊക്കെ ചെയ്തോ? ഞാനായിട്ട് വിളിച്ച് വരുത്തിയതല്ലോ. നീ കൊത്തണം കൊത്തിക്കുക, അല്ലെങ്കിൽ പോ വയ്ക്ക. ഇതൊന്നും ഞാൻ പുതിയായിട്ട് വരണതല്ല. സംഗതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. പണ്ടത്തെ കാലത്ത് ഇഴജന്തുക്കളെ ചവിട്ടണ്ടെന്ന് വിചാരിച്ച് കാരണവന്മാർ ചിലപ്പോൾ അവിടെ വെളുക്ക് കത്തിക്കണമായിരിക്കും. വെളുക്ക് കത്തിക്കില്ലെങ്കിൽ കത്തിക്കണ്ട, ഒരു ലൈറ്റ് ഇട്ടൂടെ? വെളിച്ചുണ്ടായിട്ടും കാര്യമില്ല, കണ്ണടച്ചിരുട്ടാക്കണേ. മണ്ണിൻ്റെ അകത്ത് തല പൊത്തിയാൽ ആരും കാണൂല എന്നാണ് എൻ്റെ ധാരണ. എന്താ കല്യാണി പറഞ്ഞത്? എന്താ പറഞ്ഞത്? വെളിച്ചുണ്ടായിട്ടും കാര്യമില്ല, അതുള്ളിൽ കത്തണമെന്നില്ലേ? എന്താ പറഞ്ഞത്? വെളിച്ചുണ്ടായിട്ടും കാര്യമില്ല. എന്താ പറഞ്ഞത്? വെളിച്ചുണ്ടായിട്ടും കാര്യമില്ല. തിരിയുണ്ടേ തിരിയുണ്ടേ കത്തിക്കാനായി തിരിയുണ്ടേ, ഒരുപാട് തിരിയുണ്ടേ. തിരിയുണ്ടേ തിരിയുണ്ടേ കത്തിക്കാനായി തിരിയുണ്ടേ, ഒരുപാട് തിരിയുണ്ടേ. തിരിയുണ്ടേ തിരിയുണ്ടേ തിരിയാത്തതായി ഒന്നുണ്ടേ, അത് തിരയുന്നേരം നട്ടം തിരിയും, തിരിയുന്നേരം അകത്ത് തിരികത്തും. എനിക്കൊരു പെൺകൊച്ചോടിന് ഇഷ്ടമുണ്ട്. ഇപ്പൊ ആ പെൺകൊച്ചിന്റെ വീട്ടില് എനിക്ക് അത് പോയി കൺവിൻസ് ചെയ്യണം. എനിക്ക് എന്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മുറ്റത്ത് പോയിട്ട് ക്ഷീരമുള്ള ഒരു പശുവിനെ കിട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം.
അതെ, പായലും പൂപ്പലും പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിന്റ് ഉണ്ടാവോ? തരാലോ. യെസ് മാഡം. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ? ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാണ്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. അതാണ് BRM ലൈറ്റ്സ്. BRM Lights, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പു. മണപ്പുറം ഗോൾഡ് ലോൺ, ഇനി എന്തൊരു ടെൻഷൻ. Welcome to the world's most trusted student caring system. I wanna start it over. I wanna start again. I want a new beginning. We're designed to build relations between parents and teachers. Like a song that stirs in my head. We derived that. Short Code Media Solutions proudly presents this. Select your college or school and log into the educational institution's homepage. Use your user ID and password. Grab your child's details. You can get the details by SMS and IVRS. Thank you. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ നാടകം ഞാനിവിടെ കണ്ടപ്പോ ഞാൻ കേട്ടതെല്ലാം ശരിയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ കേട്ടത് എന്താന്ന് വെച്ചാ, ഇപ്പോ വീടുകളിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഈ ഒരു നാടകം കഴിയുന്നതോടുകൂടി തീരും എന്ന് ഞാൻ കേട്ടിരുന്നു. ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി, എനിക്ക് കണ്ടപ്പോഴും മനസ്സിലായി. ഇപ്പൊ എൻ്റെ ഇതിലെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇവിടുത്തെ ഇവിടെ കോളേജിലുള്ള സകല ആമ്പിളേർക്കും ചിലപ്പോൾ തോന്നിയ കാര്യമായിരിക്കും. എനിക്ക് തോന്നി, എന്തായാലും ഞാൻ ചോദിക്കാം. എന്താന്ന് വെച്ചാ, ഇപ്പൊ എനിക്കൊരു പെൺകൊച്ചോളിന് ഇഷ്ടമുണ്ട്. ഇപ്പൊ ആ പെൺകൊച്ചിന്റെ വീട്ടില് എനിക്ക് അത് പോയി കൺവിൻസ് ചെയ്യണം. പക്ഷെ എനിക്ക് പോയി കൺവിൻസ് ചെയ്ത് ആ പെൺകുട്ടിയുടെ വീട്ടില് എനിക്കൊരു എനിക്ക് കെട്ടിച്ചെന്ന രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മുറ്റത്ത് പോയിട്ട് ക്ഷീരമുള്ളൊരു പശുവിനകിട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം. അല്ല, പണ്ടൊക്കെ നമുക്ക് കാണാല ഈ മറ്റേ താളവട്ടം അങ്ങനത്തെ പടങ്ങളിലൊക്കെ വെറൈറ്റിയാണ് ലവ് എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു ഇപ്പൊ നടൻ പോയിട്ട് നായികയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതും ലവ് എക്സ്പ്രസ് ചെയ്യണതും ഒക്കെ ഡിഫറെൻ്റ് ആയി. പക്ഷെ ഇപ്പോഴത്തെ പടങ്ങളൊന്നും നമ്മൾ കാണാറില്ല. ഇപ്പൊ ഇത് തന്നെ ഒരു പുതിയ വെറൈറ്റി അല്ലേ. വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലാണെങ്കിൽ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ പറ്റുന്ന ഇതിന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അവരുടെ വീട്ടിലും സമ്മതിക്കും. അതിന് മുറ്റനാടകം കളിക്കണോ? ഫോൺ നമ്പർ തപ്പി പിടിച്ച് ടെക്സ്റ്റ്. പക്ഷേ അതൊക്കെ കോമൺ ആയി പോയില്ലേ, നമുക്ക് വെറൈറ്റി അല്ലേ വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്തൂടെ? അപ്പൊ നമ്മുടെ വ്യൂവിൽ നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്.
ഇന്റൻഷൻ പോസിറ്റീവ് ആണ്. ഇന്റൻഷൻ പോസിറ്റീവാണ്. ഓക്കെ. പക്ഷേ ഒരു പാരൻസിന്റെ നോക്കുമ്പോൾ അവർക്കത് നെഗറ്റീവാ. വെച്ചാൽ നമ്മൾ എന്ത് കാണിക്കണോ അതാണ് അവർ കാണുന്നത്, അതിൽ അവർ കൺവിൻസ് ആയി പോവുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇത് നെഗറ്റീവിനും യൂസ് ചെയ്തൂടെ? ഇപ്പൊ ഈ മുട്ടനാടകം എന്ന് പറഞ്ഞ ഈ കലാരൂപം നെഗറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്തൂടെ? ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ഉണ്ടോ മാഷേ? പുള്ളി അതിനൊരു രസകരമായ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ അതെ, അതിലെന്ത് രസമാണെന്ന് എനിക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല. അല്ല, ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആക്ടിവിറ്റിയും രസകരമാക്കാൻ പല രീതി ഉപയോഗിക്കാം. ഓക്കെ. അതിന് യങ്സ്റ്റേഴ്സ് കൂട്ടുപിടിക്കുന്ന സാധാരണ രീതിയിൽ മറ്റു ചില ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. തെറ്റോ ശരിയോ എന്ന് വിലയിരുത്താൻ ഞാൻ ആളല്ല. മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ? എനിക്കൊക്കെ മനസ്സിലായി. എന്നിട്ടത് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീർപ്പ് മുട്ടുന്ന അടുത്താണ് സംഘർഷം തുടങ്ങുന്നത്. പക്ഷേ ഇതുപോലുള്ള വീട്ടുമുറ്റു നാടകങ്ങൾ ഇപ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം വീട്ടിൽ പോയി കയറിയിട്ട് ഒരു സ്ത്രീപീഡനം പോലൊരു സംഭവം നടത്തിയിട്ട് അത് നാടകമാണെന്ന് പിന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കുറേ പേരുടെ കൂടെ മൂവ് ചെയ്യുമ്പോൾ തോന്നിയതുകൊണ്ട് അത് ഞാൻ അത്രയധികം പ്രോത്സാഹിപ്പിക്കാറില്ല. കുമാറിനെ പോലെ അല്ലാതെ മറ്റു ചിലർ ഇത് ഇൻവോൾവ് ചെയ്ത് അതുവഴി അത് മിസ്യൂസ് ചെയ്താലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെറിയൊരു ഭയമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ മുറ്റനാടകം എന്ന സങ്കല്പം കോഴിക്കോട് എത്രയോ വർഷങ്ങളായിട്ട് അയാളുടെ ഉള്ളും എല്ലാം അറിയുന്ന ഒരാളാണ്. പുതിയൊരു പയ്യൻ വന്നിട്ട് ഇത് പഠിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇന്റൻഷൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വന്ന ഒരു കാരണവശാലും മാഷ് പഠിപ്പിക്കരുത്. നാടകം ചെയ്താൽ ഈ ചിന്താഗതി മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായിട്ടില്ല? ചായക്കാരൻ നോക്ക്, ചായക്കാരൻ മനസ്സിലായ ശങ്കരൻ. ഇയാളല്ല, ഇയാളെന്താ ഇങ്ങനെ ഇത്ര ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ട് ഇപ്പൊ ചീത്ത പറയണേ? എൻ്റെ കുട്ടികളോട് ചീത്ത പറയേണ്ട ഗതികേട് വരും ചിലപ്പോൾ. അപ്പോൾ അവർ പോകും. പക്ഷേ ഈ മാഷുടെ ആഗ്രഹം എന്താണെന്നറിയോ? പറയട്ടെ, എന്ന് ഞാൻ പഠിപ്പിക്കുന്നവരിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളമൊഴുകുന്നുവോ അന്നാണ് ഈ ഗുരുവിൻ്റെ ആഗ്രഹം, ദാഹം തീരുക. ഇനി കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി വിവരിച്ചാൽ നിങ്ങളുടെ അഭിനയം എന്ന് പറയും. അതുകൊണ്ട് നിർത്തുക. For heaven's sake, I'm telling you again, Banco is dead. He is not coming back from his grave. Hola ma bala so yo la ma pa jo la ro ro ho ho. Hola ma bala so ye gonjo yo la ma toro chuna mampolo yo yo. ഗൂട്ടി ഷോ ഓരോ എപ്പിസോഡിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. നാഷണൽ പെയിന്റ്സ് നൽകുന്ന 5000 രൂപയുടെ ധനസഹായത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഞങ്ങൾക്ക് എഴുതുക. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഓരോ എപ്പിസോഡിലും തുക ലഭിക്കുക. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ റോഡ്, കടവന്ത്ര, കൊച്ചി 25. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഈ ആഴ്ചയിലെ വിജയ് വാര്യർ സാറ് മാഷിന്റെ ശിഷ്യനുമാണ്. സാർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിക്കും മാഷിന്റെ ശൈലി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് അതിൻ്റെതായ വ്യത്യസ്തത ഞങ്ങൾ കാണുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ മാഷിന്റെ ശൈലി പിന്തുടരാത്തത്?
നാഷണൽ പെയിന്റ്സ് മെഗാഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്. മണപ്പുറം ഗോൾഡ് ലോൺ. ഇനി എന്തിന് ടെൻഷൻ?